അകത്തും പുറത്തുമല്ലാത്ത ജോസഫ്. മാരത്തോൺ ചർച്ചകൾക്ക് ശേഷവും അയയാതെ കേരള കോൺഗ്രസ് പ്രതിസന്ധി. PJ ജോസഫിനെ കോൺഗ്രസ് കൈവിട്ടു. ലോക്സഭാ സീറ്റ് വേണമെന്ന ജോസഫിന്റെ ആവശ്യത്തോട് UDF-ൽ ചർച്ച ചെയ്യാമെന്ന മറുപടി മാത്രമാണ് നേതാക്കൾ നൽകിയത്. നേതൃത്വം ഇടപെടാമെന്ന് ഉറപ്പു നൽകിയതായി ഉച്ചവരെ നടന്ന ചർച്ചകൾക്ക് ശേഷം ജോസഫ് വിഭാഗം നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തു. അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു. അവർ ആലോചിച്ചിട്ട് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാട് പറയാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഐക്യജനാധിപത്യത്തിനോട് എല്ലാ സീറ്റും ജയിക്കുന്നതിനെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പരിഹാര മാർഗം അവർ നിർദ്ദേശിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിൽ ഉന്നയിച്ച വിഷയങ്ങളും UDF-ൽ ഉന്നയിച്ച വിഷയങ്ങളും തൃപ്തികരമായി പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം ഇടപെടണം, UDF നേതൃത്വം ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരോടും കൂടിയാലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. PJ ജോസഫ് സാർ പറഞ്ഞതുപോലെ അവർ കൂടിയാലോചിച്ച് അറിയിക്കുന്നതിന് അടിസ്ഥാനത്തിൽ UDF-മായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റുന്ന പ്രശ്നമില്ലെന്ന് മാണി വിഭാഗം UDF-നെ അറിയിച്ചു. കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നും പകരം സീറ്റ് കേരള കോൺഗ്രസിന് ലഭിക്കണമെന്നുമുള്ള ജോസഫിന്റെ ഫോർമുലയ്ക്കും അനുകൂല മറുപടി ഉണ്ടായില്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കക്ഷികളെയും വിശ്വാസത്തിലെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. കേരള കോൺഗ്രസിലുണ്ടായ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ആ സാഹചര്യത്തിൽ അവരോടെല്ലാം ചർച്ച നടത്തി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് UDF നേതൃത്വത്തിന്റെ ദൗത്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം ചർച്ച ചെയ്യാമെന്ന് മാത്രമാണ് നേതൃത്വം ഉറപ്പു നൽകിയത്. എന്നാൽ അത് പരിഗണിക്കാമെന്നോ അതിനൊരു അനുകൂല മറുപടിയോ അവർക്ക് ലഭിച്ചില്ലെന്ന് നേതൃത്വം തന്നെ പറയുന്നുണ്ട്. PJ ജോസഫ് തന്നെ നമ്മളോട് പ്രതികരിച്ചതുമാണ്. അതേസമയം തന്നെ ചാഴികാടൻ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ മാറ്റുന്ന പ്രശ്നമില്ല എന്ന് മാണി വിഭാഗവും അറിയിക്കുന്നു. ഇതിപ്പോൾ ഈ കേരള കോൺഗ്രസിലെ പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണോ? കൂടുതൽ കുരുക്കിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇപ്പോൾ കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്ന് മാരത്തൺ ചർച്ചകളാണ് നടന്നത്. രാവിലെ PJ ജോസഫ് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളുമായി ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളായ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരുമായി PJ ജോസഫ്, TU കുരുവിള, മോൻസ് ജോസഫ് എന്നിവർ 2.5 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് നടത്തിയത്. ഈ ചർച്ചയിൽ വിവിധ ഫോർമുലകൾ ഉയർന്നു വന്നെങ്കിലും കേരള കോൺഗ്രസ് എമ്മിൽ KM മാണിക്കും PJ ജോസഫിനും യോജിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വഴി തുറന്നു വന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ജോസഫ് പറഞ്ഞിരുന്നത്? ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ കോൺഗ്രസിനെ അവതരിപ്പിച്ചിട്ടുണ്ട്, UDF അതിലൊരു പരിഹാരം കാണുമെന്ന്. ഇതേ വാചകം തന്നെയാണ് ചർച്ചയ്ക്ക് ശേഷവും ജോസഫ് പറഞ്ഞത്. ഞങ്ങളുടെ പ്രശ്നങ്ങളാകെ ഞങ്ങൾ ഇവരെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊരു പരിഹാരം UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു അടി പോലും ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കേരള കോൺഗ്രസ് M മാണി വിഭാഗത്തിന്റെ ഉറച്ച നിലപാടാണ്. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള നിലപാടായിരുന്നു പ്രധാന കാരണം. ജോസഫ് രാവിലെ മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. സ്ഥാനാർത്ഥിയാവണം എന്ന തന്റെ അവകാശവാദം പിൻവലിക്കാൻ തയ്യാറാണ്. പകരം കോട്ടയം സീറ്റിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണം. ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കോട്ടയം സീറ്റും ഇടുക്കി സീറ്റും വെച്ചു മാറേണ്ടി വരും. അവിടെ PJ ജോസഫിന് പകരം PJ ജോസഫിന് കൂടി താല്പര്യമുള്ള മറ്റൊരാൾ മത്സരിക്കാൻ, മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുക, ഈ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉറപ്പ് കിട്ടേണ്ടത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഉമ്മൻചാണ്ടി മുൻപ് സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ജോസഫിന്റെ നിർദ്ദേശത്തിന് മുന്നിൽ സ്വീകരിച്ചത്. താൻ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാട് തന്നെയാണ് അറിയിച്ചത്. ഉമ്മൻചാണ്ടി മത്സരിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ വേണ്ട എന്നുള്ള നിലപാടിലാണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നത്. ഇനി മറിച്ച് ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ രാഹുൽ ഗാന്ധിയുമായി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയിലാണ് അങ്ങനെ ഒരു തീരുമാനം വരേണ്ടത്. അപ്പോൾ ഭാവിയിൽ ഉണ്ടാവേണ്ട ഒരു തീരുമാനത്തിന്റെ പേരിൽ ഇന്ന് ഒരു കൺക്ലൂഷനിലെത്താൻ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല കോൺഗ്രസും. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് KM മാണിയും തയ്യാറായിരുന്നില്ല. തൽക്കാലം പിളർന്നു പോകരുത്, ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കരുത്, ഈ ഒരു അഭ്യർത്ഥന മാത്രമാണ് ജോസഫ് സ്വീകരിക്കാൻ തയ്യാറായത്.
എന്നാൽ ജോസഫ് ഗ്രൂപ്പ് പൂർണ്ണമായും പിളർപ്പിലേക്കെന്ന് പറയുമ്പോൾ തന്നെ അത്തരമൊരു പിളർന്നു മാറിക്കൊണ്ട് മുന്നണിയിൽ നിന്ന് മാറാനുള്ള ഒരു അവസ്ഥയിലേക്ക് ജോസഫും ആഗ്രഹിക്കുന്നില്ല. ഇത് അനുനയത്തിലൂടെ ഇത് ഏതെങ്കിലും തരത്തിൽ സമവായത്തിലൂടെ പരിഹരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് ജോസഫ് മുന്നോട്ട് വെക്കുന്നത്. ജോസഫ് കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നത് ഒരു നിർണായക ഘട്ടത്തിൽ കേരള കോൺഗ്രസ് UDF വിട്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങിയപ്പോൾ KM മാണിയും ജോസ് കെ മാണിയും അടക്കമുള്ളവർ ഇത്തരമൊരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ഒരു കാരണവശാലും പാർട്ടി അങ്ങനെ ഇടതുമുന്നണിയിലേക്ക് പോകാൻ അനുവദിക്കില്ലെന്നും പാർട്ടിക്ക് പിളർപ്പുണ്ടാകുമെന്നും ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും കോൺഗ്രസുമായും മുസ്ലിം ലീഗുമായുള്ള ചർച്ച നടത്തി തിരിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഏറ്റവും നിർണായക പങ്കുവഹിച്ചത് PJ ജോസഫാണ്. ജോസഫിന്റെ നിലപാടാണ്. ഈ കാര്യമാണ് ആവർത്തിച്ച് ജോസഫ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് മാന്യമായി പാർട്ടിയിൽ തുടരാൻ അവസരമുണ്ടാവണം, അത്തരമൊരു അവസരം വേണം എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല അംഗീകരിക്കാൻ മാണി തയ്യാറായിട്ടില്ല. വീണ്ടും KM മാണിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താനാവും കോൺഗ്രസും കേരള മുസ്ലിം ലീഗും ശ്രമിക്കുക. അത്തരത്തിലുള്ള ചർച്ചകൾ ഇന്നും നാളെയുമായി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. തീർച്ചയായും PJ ജോസഫിന്റെ ആവശ്യം അംഗീകരിക്കുമോ അതോ മറ്റു നിർദ്ദേശങ്ങൾ UDF നേതൃത്വം മുന്നോട്ട് വയ്ക്കുമോ എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. വരും ചർച്ചകളിലൂടെ അത് പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. വിശദാംശങ്ങളാണ് കിരൺ ബാബു തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. കോട്ടയം സീറ്റിൽ പാർട്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന് ജോസ് കെ മാണി. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ സ്വാഭാവികമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസഫിനെതിരെ വലിയ പ്രതികരണം വന്നു. സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ജനാധിപത്യപരമായാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. KM മാണിയുമായി ഇനി ഒന്നിച്ചു പോകാനാകില്ലെന്ന ജോസഫിന്റെ നിലപാടിൽ പിന്നീട് പ്രതികരിക്കാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അവിടെ എടുത്ത അഭിപ്രായങ്ങളും അതിനുശേഷം മുഴുവൻ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ അതോടൊപ്പം തന്നെ അന്ന് അവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഘടകങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് വളരെ ജനാധിപത്യപരമായി എടുത്ത തീരുമാനമാണ്. ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിക്കവാറും ഉള്ളവരെല്ലാം സൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പലരും ചില കള്ളപ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തിക്കോട്ടെ, മുഴുവൻ ഡോക്യുമെൻ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് അത് വെച്ചിട്ട് സ്ഥാനാർത്ഥി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതിനകത്ത് വേറെ ഇങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ PJ ജോസഫ് തലസ്ഥാനത്ത് നീക്കം തുടരുമ്പോൾ കോട്ടയം മണ്ഡലത്തിൽ തോമസ് ചാഴികാടൻ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് UDF നേതാക്കൾക്ക് പോലും ആവശ്യപ്പെടാൻ കഴിയാത്ത വിധം പ്രചരണം സജീവമാക്കാൻ KM മാണി തന്നെ നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച KM മാണിയെ വീട്ടിലെത്തി കണ്ട ശേഷം തോമസ് ചാഴിക്കാടൻ നേരെ ഇറങ്ങിയത് പ്രചരണ ചൂടിലേക്ക്. ധൈര്യമായി മുന്നോട്ടു പോകാനും എന്ത് ഒത്തുതീർപ്പ് വന്നാലും പിന്മാറ്റം വേണ്ടിവരില്ലെന്നും ജോസ് കെ മാണിയുടെ തന്നെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ചാഴിക്കാടന്. ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. ചുവരെഴുത്തുകളും തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ചാഴിക്കാടനോടുള്ള എതിർപ്പ് തണുപ്പിക്കാൻ ജോസ് കെ മാണിയുടെ തന്നെ നേതൃത്വത്തിൽ അനുനയ ശ്രമങ്ങളും നടക്കുന്നു. PJ ജോസഫ് കോട്ടയത്ത് മടങ്ങിയെത്തിയാൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനും ചാഴികാടൻ തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ലെന്ന സന്ദേശം താഴെത്തട്ടിലെ പ്രവർത്തകരിലും എത്തിച്ചിട്ടുണ്ട്. PJ ജോസഫിന്റെ നീക്കങ്ങളെ അതിജീവിച്ച് സ്ഥാനാർത്ഥിത്വത്തിൽ തുടർന്നാലും തോമസ് ചാഴിക്കാടന് മുന്നിലുള്ള വെല്ലുവിളികൾ ഏറെയാണ്. ജോസഫിൽ നിന്നും മാത്രമല്ല, ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നുള്ള നീക്കങ്ങളെ കൂടി ചാഴിക്കാടന് അതിജീവിക്കേണ്ടി വരും. എങ്കിൽ മാത്രമായിരിക്കും വിജയം സാധ്യമാകുക. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, ന്യൂസ് 18. കണ്ണൂരിൽ താൻ തന്നെയെന്ന് K സുധാകരൻ. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനത്തിന് മുൻപ് നാടകീയമായിട്ടാണ് K സുധാകരൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായുള്ള ഡൽഹി സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ സുധാകരന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയ വൻ സ്വീകരണത്തിനിടെയായിരുന്നു പ്രഖ്യാപനം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ശൈലി സൂക്ഷിക്കുന്നയാളാണ് K സുധാകരൻ. നാടകീയമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ആ ശൈലി പ്രകടമായി. കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന വാർത്ത ഡൽഹിയിൽ തിരുത്തിയ K സുധാകരൻ തിരികെ എത്തിയപ്പോൾ ഒരു പടി കൂടി കടന്ന് സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തത്വത്തിൽ അംഗീകരിച്ച കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കണ്ണൂരിൽ വന്നിറങ്ങുമ്പോൾ UDFന്റെ പ്രവർത്തകന്മാർ തന്ന ഈ ആവേശകരമായ സ്വീകരണത്തിന് ഞാൻ ഹൃദയം തട്ടി നന്ദി പറയും. അക്രമരാഷ്ട്രീയവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാഗ്ദാന ലംഘനവും പ്രചാരണ രംഗത്തെ പ്രധാന വിഷയമാകുമെന്ന് K സുധാകരൻ പറഞ്ഞു. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം UDFന് ആവേശം പകരുമെന്ന് ഘടകകക്ഷി നേതാക്കളും പ്രഖ്യാപിച്ചു. K സുധാകരൻ UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി വലിയ ഒരു ആവേശവും ഊർജവും UDFന്റെ പ്രവർത്തകന്മാർക്ക് കൈവന്നിരിക്കുകയാണ്. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ.
വടകരയിൽ RMP നേതാവ് KK രമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മുസ്ലിം ലീഗ്. ലീഗ് MLA KM ഷാജിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മത്സരം ഇരയും വേട്ടക്കാരനും തമ്മിലാകണമെന്നും പോസ്റ്റിൽ പറയുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് സംസ്ഥാനത്ത്. തിരുവനന്തപുരം വഴി നാഗർകോവിലിന് പോകുന്ന രാഹുൽ വൈകിട്ട് തൃശൂരിലെത്തും. രാമനിലയത്തിലാണ് താമസം. നാളെ തൃപ്രയാറിൽ ഫിഷർമെൻ പാർലമെന്റിലും കോഴിക്കോട് തെരഞ്ഞെടുപ്പ് റാലിയിലും അദ്ദേഹം പങ്കെടുക്കും. നാഗർകോവിലിലെ തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി വൈകിട്ട് തൃശൂരിലെത്തുന്നത്. രാമനിലയത്തിലാണ് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നാളെ തൃപ്രയാറിൽ ഫിഷർമെൻ പാർലമെന്റിൽ പങ്കെടുക്കും. തുടർന്ന് രാഹുൽ രക്തസാക്ഷികളായ ഷുഹൈബിന്റെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളെ കാണും. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്താണ് ജനമഹാറാലി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനമായി ഈ പരിപാടി മാറും. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന റാലിയിൽ 1,00,000-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള അനൗപചാരിക ചർച്ചകളും സന്ദർശനത്തിനിടെ നടക്കും. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമലയുടെ ചിത്രമോ പോലീസ് നടപടിയുടെ ചിത്രമോ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മതത്തിന്റെ പേരിൽ വോട്ട് തേടരുതെന്ന നിലപാട് സർവകക്ഷി യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിച്ചു. They will use it at ശബരിമല. എന്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ ഇല്ല. ഞാൻ പറഞ്ഞത് ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു കനോട്ടേഷൻ വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ റിലീജിയസ് തിങ് ടു ഗെറ്റ് ദ വോട്ട്സ്. ബാക്കി അവരുടെ പരസ്പര പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലെറ്റ് ദം ഡിസ്കസ്. ഹെട്രേഡ് ഉണ്ടാക്കാൻ പാടില്ല ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ. യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും രാഷ്ട്രീയ പ്രതിനിധികളും തമ്മിൽ തർക്കമുണ്ടായി. ശബരിമലയിലെ സർക്കാർ വീഴ്ച പ്രചരണമാക്കുമെന്ന് യോഗത്തിൽ കോൺഗ്രസ് പറഞ്ഞു. ഇതിനെ CPM എതിർത്തു. ശബരിമല ശാസ്താവിന്റെ പേരിൽ വോട്ട് തേടില്ലെന്നും എന്നാൽ ശബരിമലയിലുണ്ടായ നീതികേട് തുറന്നുകാട്ടുമെന്നും യോഗശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെ മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കത്തക്ക തരത്തിലോ മതവിദ്വേഷം ഉണ്ടാകത്തക്ക തരത്തിലോ ശബരിമല പ്രശ്നത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിലുണ്ടായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ആ ഇഷ്യൂ, അതിലെ പോലീസ്, സർക്കാരിൻ്റെ നിലപാട്, അധീഷ്ഠികളുടെ നിലപാട് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ പൊതുവായ നിയമത്തിൽ അന്യോന്യം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കരുതെന്നുള്ളതാണ്. ആ ക്ലാരിഫിക്കേഷൻ കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കം തള്ളി വെള്ളാപ്പള്ളി നടേശൻ. മത്സരിക്കാനിറങ്ങിയാൽ SNDP യോഗം ഭാരവാഹിത്വം രാജിവെക്കണം. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ് ജയിച്ചില്ലെങ്കിൽ തല മൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിനെതിരെയാണ് വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനം ഉയർത്തിയത്. യോഗം ഭാരവാഹികൾ മത്സരിക്കരുത് എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കഴിയുന്നതും ആ ഭാരവാഹിത്വം രാജിവെച്ചിട്ട് നിൽക്കുന്നതാണ് അഭികാമ്യമെന്ന്. തുഷാറിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അടൂർ പ്രകാശ് ചെയ്യുന്നത് ആത്മഹത്യയാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ 6 നിലയിൽ പൊട്ടും. വേണുഗോപാൽ അവിടെ നിന്ന് 6 നില പൊട്ടിത്തെറിച്ചു പോകും. കാരണം കോൺഗ്രസിന് ഇനി അങ്ങോട്ട് വരണ്ട. ആരിഫ് ജയിച്ചില്ല എങ്കിൽ തല മൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി. 6 ഹെലികോപ്റ്റർ കൊണ്ടുവന്നാലും ഇത്തവണ പ്രചാരണത്തിനില്ല. കഴിഞ്ഞ തവണ NDAയുടെ പ്രചരണത്തിനായി ഹെലികോപ്റ്ററിൽ കയറി അണുബാധ ഉണ്ടായെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. മുൻമന്ത്രി K ബാബുവിനെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിടുതൽ ചെയ്യണമെന്ന ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. ടിഎയും ഡിഎയും ഉൾപ്പെടെയുള്ള വരുമാനം വിജിലൻസ് കണക്കാക്കിയിട്ടില്ലെന്ന് ബാബുവിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഇക്കാര്യം തെളിവുകൾ പരിശോധിച്ച ശേഷം മാത്രമേ പരിഗണിക്കാൻ കഴിയൂവെന്ന് കോടതി വ്യക്തമാക്കി. വിജിലൻസ് കോടതി നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ബാബുവിന്റെ നീക്കം. രാജ്യത്ത് ഒരാശയം മാത്രം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് അവർക്ക് പ്രത്യേക കാഴ്ചപ്പാടാണുള്ളത്. രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ആശയവും ഭിന്നിപ്പിക്കുന്ന ആശയവും തമ്മിലാണ് പോരാട്ടമെന്നും ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിൽ വിദ്യാർത്ഥിനികളുമായി സംവദിക്കവെ അദ്ദേഹം പറഞ്ഞു. How many times have you seen the Prime Minister of India standing in the middle of 3,000 women like this? How many times have you seen the Prime Minister of India standing here like this, being open to any question from anybody? How many of you have had the opportunity
to ask him, Mr. Prime Minister, what do you think about education? What do you think about this? What do you think about that? Why doesn't the Prime Minister have the guts to come and stand in front of 3,000 women and be questioned by them? കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ തൊഴിൽ മേഖലയിൽ 33% വനിതാ സംവരണം കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്ന് പാർട്ടി വക്താവ് രൺദീപ് സിംഗ് സുർജേവാല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 33% സംവരണം നടപ്പാക്കാൻ നിർദ്ദേശം നൽകും. തൊഴിലവസരങ്ങളുടെ ഘാതകരാണ് ബിജെപി. രാജ്യത്തെ വളർച്ചാ നിരക്ക് കുത്തിനെ കുറഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഫാൽ കേസിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. റഫാൽ അഴിമതി ആരോപണ കേസിലെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നത്. സർക്കാർ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നത്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരിക്കുന്ന രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന അറ്റോർണി ജനറലിന്റെ വാദം വിവാദമായിരുന്നു. മോഷ്ടിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. റഫാലുമായി ബന്ധപ്പെട്ട രേഖകൾ മറച്ചുവെച്ച് കേന്ദ്ര സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഹർജിക്കാർ നിലപാട് ആവർത്തിച്ചു. ഗുരുതര അഴിമതി ആരോപണ വിഷയമായതിനാൽ മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് എങ്കിലും പരിശോധിക്കുന്നതിൽ തെറ്റില്ലെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു. ഇതിനിടെയാണ് പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി തേടിയത്. ന്യൂസ് 18 ഡൽഹി. പുൽവാമയിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ സൈനികനെ വെടിവെച്ചു കൊലപ്പെടുത്തി. ആഷിഖ് നായിക്കാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കില്ലെന്ന് ചൈന വീണ്ടും വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രമേയത്തെ ചൈന എതിർത്തു. പിറവംപള്ളിയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ നേരിട്ടിടപെടില്ലെന്ന് ഹൈക്കോടതി. വരിക്കോലി, കട്ടച്ചിറ പള്ളികളിൽ പൂർണ്ണസമയ പോലീസ് സുരക്ഷ നൽകേണ്ട സാഹചര്യമില്ലെന്നും ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധിച്ചു. തർക്കമുള്ള പള്ളികളിലും ഇരുവിഭാഗത്തിനും സംസ്കാര ചടങ്ങുകൾ നടത്താമെന്നും കോടതി പറഞ്ഞു. പള്ളികളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സുപ്രീംകോടതി വിധി രമ്യമായി നടപ്പിലാക്കുന്നതിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് യാക്കോബായ വിശ്വാസിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുന്ന കാര്യവും ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. വരിക്കോലി, കട്ടച്ചിറ പള്ളികളിൽ പൂർണ്ണസമയ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഹർജികൾ തീർപ്പാക്കി ഹൈക്കോടതി ഉത്തരവിട്ടു. 1934 സഭാ ഭരണഘടന അനുസരിച്ച് നിയമിതരായ വൈദികർക്ക് ആരാധനാകർമ്മം നടത്താം. ഇത്തരം സാഹചര്യങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസിന് ഇടപെടാമെന്നും ഉത്തരവിൽ പറയുന്നു. തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഇരുവിഭാഗത്തിനും അവകാശമുണ്ട്. എന്നാൽ ഭരണഘടനാനുസൃതം നിയമിക്കപ്പെട്ട വൈദികർക്ക് മാത്രമേ പള്ളിക്കുള്ളിൽ മരണാനന്തര ശുശ്രൂഷകൾ നടത്താൻ അനുമതിയുള്ളൂവെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. മലങ്കര സഭയുടെ പള്ളികളിൽ 34 ഭരണഘടന അനുസരിച്ച് മാത്രമേ ഭരിക്കപ്പെടാവൂവെന്നും ആ ഭരണഘടന അനുസരിച്ച് ഇടവക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിക്കരുതെന്നും ബഹുമാനപ്പെട്ട കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. സ്വന്തം വിശ്വാസമനുസരിച്ച് പള്ളിക്ക് പുറത്ത് ശുശ്രൂഷാ ചടങ്ങുകൾ നടത്തിയ ശേഷം പള്ളിക്കുള്ളിൽ സംസ്കാരം നടത്താനും തടസ്സമില്ല. സ്വന്തം വിശ്വാസമനുസരിച്ച് പള്ളിക്ക് പുറത്ത് ശുശ്രൂഷാ ചടങ്ങുകൾ നടത്തിയ ശേഷം പള്ളിക്കുള്ളിൽ സംസ്കാരം നടത്താൻ തടസ്സമില്ല. ന്യൂസ് 18 കൊച്ചി. കോട്ടയത്തെ കെവിൻ വധക്കേസിൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. കെവിന്റെ ഭാര്യ നീനുവിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള 14 പേരാണ് പ്രതികൾ. നരഹത്യാ വകുപ്പ് തള്ളണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. കൊലക്കുറ്റം ഉൾപ്പെടെ 10 വകുപ്പുകൾ ചുമത്തിയ കേസിൽ ആകെ 14 പ്രതികളാണുള്ളത്. കുറ്റപത്രം വായിപ്പിച്ച് കേൾപ്പിച്ച ശേഷം നടത്തിയ പ്രാഥമിക വിചാരണയ്ക്കൊടുവിലാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി 4 കെവിൻ കേസിലെ കുറ്റപത്രം അംഗീകരിച്ചത്. കൊലപാതകം, ഗൂഢാലോചന, നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, ഭവനഭേദനമടക്കം 10 വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിചാരണയ്ക്ക് മുൻപ് തന്നെ നരഹത്യ ഒഴിവാക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റപത്രം ഇന്ന് കോടതി നൽകി പ്രതികൾക്ക്. എല്ലാ പ്രതികളോടും കുറ്റപത്രം കോടതി വായിച്ചു കേൾപ്പിച്ചു. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഒരു കുറ്റം നിശ്ചയിച്ചു. ഇനിയിപ്പോൾ ദുരഭിമാന കൊല നിൽക്കും. കുറ്റപത്ര പ്രകാരം മർഡറുണ്ട് ഇതിനകത്ത്. കേസ് ദുരഭിമാന കൊലയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കെവിന്റെ ഭാര്യയായ നീനുവിന്റെ അച്ഛൻ ചാക്കോയും സഹോദരൻ ഷാനുവും അടക്കം 14 പ്രതികളാണ് കേസിലുള്ളത്. ന്യൂസ് 18 കോട്ടയം.
തിരുവനന്തപുരത്ത് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൊഞ്ചിറവിള സ്വദേശി അനന്തു ഗിരീഷിനെയാണ് ഇരു കൈകളിലെയും ഞരമ്പറത്തും ക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തിയത്. കരമനയിലെ ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം യുവാക്കൾ തമ്മിൽ അടിപിടി നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് കൊഞ്ചിറവിള സ്വദേശി 21കാരൻ അനന്തു ഗിരീഷിനെ ഒരു സംഘം യുവാക്കൾ തട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 തളിയലിലെ ബേക്കറിയിൽ നിന്ന് അനന്തുവിനെ 8-അംഗ സംഘം ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി. യുവാവിനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കരമന പോലീസിൽ പരാതി നൽകി. തട്ടിക്കൊണ്ടുപോയവരുമായി ബന്ധമുള്ള യുവാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൈമനത്ത് ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാട്ടിൽ മൃതദേഹം കണ്ടെത്തി. ഇരു കൈകളിലെയും ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. ശരീരമാസകലം മുറിപ്പാടുകളുമുണ്ട്. രണ്ട് കൈയുടെയും നരം വറുത്ത് മൃഗീയമായി ബ്രൂട്ടൽ ആയി ഉപദ്രവിച്ച് ആണ് ജീവൻ പോയിരിക്കുന്നത്. കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ കരമന പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നീറമൺകര സ്വദേശികളായ ബാലു, ശരത്ത്, വിനീത്, വിഷ്ണു, റോഷൻ, സുമേഷ്, കുഞ്ഞുവാവ, അരുൺ ബാബു എന്നിവരാണ് തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുണ്ടായിരുന്നതെന്നാണ് സൂചന. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗരുഡിൻ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ രോഗം മലപ്പുറത്ത് സ്ഥിരീകരിച്ചു. രോഗബാധിതനായ 6 വയസ്സുകാരനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൃത്യമായ മരുന്ന് ലഭ്യമല്ലാത്തതാണ് വെല്ലുവിളി. വേങ്ങര സ്വദേശിയായ 6 വയസ്സുകാരനിലാണ് വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചത്. പനിയും തലവേദനയും ശരീരവേദനയുമായാണ് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പിന്നീട് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ശരിയായ സമയത്ത് ചികിത്സ ആരംഭിച്ചാൽ തന്നെ 3 മാസമെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിവരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഇത് നമ്മളെ നാഡീവ്യൂഹത്തിനാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഒരു കേസാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജപ്പാൻ ചുരത്തിനാണെങ്കിൽ നമുക്ക് വാക്സിൻ ലഭ്യമാണ്. പക്ഷേ ഈ അസുഖത്തിന് വാക്സിൻ ലഭ്യമല്ല. ക്യൂലെക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരില്ല. പക്ഷികളിലും അതുപോലെ തന്നെ രോഗബാധയുള്ള പക്ഷികളിലും മൃഗങ്ങളിലെയും കൊതുക് കടിച്ചിട്ട് ക്യൂലെക്സ് കൊതുകുകൾ കടിച്ചിട്ട് ആ കൊതുകുകൾ നമ്മളെ കടിക്കുമ്പോഴാണ് ഇത് വരിക. കുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചു. രോഗം മറ്റൊരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കാൻ ജില്ലയിലെ എല്ലാ ആശുപത്രികൾക്കും DMO നിർദ്ദേശം നൽകി. 1938 ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ആദ്യമായി വെസ്റ്റ് നൈൽ വൈറസ് കണ്ടെത്തിയത്. 2011 കേരളത്തിൽ ആദ്യമായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. മഹാകവി അക്കിത്തത്തിന്റെ ഭാര്യ ശ്രീദേവി അന്തർജനം അന്തരിച്ചു. 85 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് കുമാരനെല്ലൂർ അമേറ്റിക്കരയിലെ വീട്ടുവളപ്പിൽ നടക്കും. ഈ വർഷത്തെ SSLC പരീക്ഷകൾക്ക് തുടക്കമായി. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ഈ മാസം 28 വരെയാണ് പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത്. വേനൽ ചൂട് കണക്കിലെടുത്ത് കുടിവെള്ളം അടക്കമുള്ള സൌകര്യങ്ങൾ പരീക്ഷാ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ ഇൻകം ടാക്സ് കമ്മീഷണർ R. മോഹനെ നിയമിക്കാൻ തീരുമാനം. MV ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ സാഹചര്യത്തിലാണ് പുതിയ നിയമനം. IRSൽ നിന്ന് VRS എടുത്ത R. മോഹനൻ മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയുടെ സഹോദരനാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം നളിനി നെറ്റോ രാജിവെച്ചിരുന്നു.